ജ്യോതിഷ് കുമാർ, ഇവിടെ CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് ഉളുപ്പില്ലാത്തതുകൊണ്ടാണ് എന്ന് പറയുകയാണ് ഗഗാറിൻ. എന്ന് പറഞ്ഞാൽ കേന്ദ്ര തലത്തിലൊക്കെ കോൺഗ്രസ് അതിനെ എതിർത്താണ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായും പാർട്ടിപരമായും ഒരുപക്ഷെ CBI വരുന്നതിനോട് ഗഗാറിനും CPM-നും താല്പര്യമില്ല. രണ്ടാമത്തെ കാര്യം, ആത്മഹത്യയാണെന്ന് ഗഗാറിനും CPM-നോട് ഉറപ്പാണ്. കാര്യം അത് കൊലപാതകമാണെന്ന് പറയുന്നത് മാധ്യമങ്ങളാണ്, കോൺഗ്രസ് ആണ്. അങ്ങ് മാധ്യമങ്ങൾ വെറുതെ ഇങ്ങനെ പറയുകയാണ് കൊലപാതകമാണ് എന്ന് പറയുകയാണ്. ആത്മഹത്യയാണെന്നുള്ള കാര്യം ഗഗാറിന് ഒരു തർക്കവും ഒരു സംശയമില്ല. അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അദ്ദേഹത്തിന് ആധാരമാക്കുകയും ചെയ്യാം. എന്നാൽ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഈ കൊലപാതക സാധ്യത അന്വേഷിക്കണം എന്നുള്ളത് ഗഗാറിൻ കാണുകയില്ല. യഥാർത്ഥത്തിൽ CPM താല്പര്യം അവിടെ എന്താണ്? അതിനിടെ ആ പ്രസംഗത്തിൽ ഈ ചർച്ചയിൽ വരുന്നതിന് താങ്കളെ എന്തൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു? താങ്കൾ എന്തോ കവാത്ത് നടത്തുന്നുണ്ട്, താങ്കൾ ഏതോ ക്രിമിനൽ ആണ് എന്നൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു കേട്ടോ. എന്നെയും പറഞ്ഞു കേട്ടോ, പോട്ടെ, എന്നെ പറഞ്ഞാൽ വിട്ടു, താങ്കളെ പറ്റി പറഞ്ഞായിരുന്നു ജ്യോതിഷ് കുമാർ. ശ്രീ ആശ്മി, ഞാൻ ഇപ്പം ആശ്മി ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയണ മുമ്പേ ഈ വെറ്ററിനറി കോളേജിലെ ഡീനുമായി ബന്ധപ്പെട്ട വിഷയം സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഡീന് നമ്മുടെ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് താലൂക്ക് ആശുപത്രിയിൽ വന്നപ്പോൾ ആശുപത്രിക്കകത്ത് മോർച്ചറിയിലേക്ക് ബോഡി മാറ്റിയപ്പോൾ ബോഡി കാണാൻ വേണ്ടി പോയ അവസരത്തിൽ ഈ സിദ്ധാർത്ഥൻ്റെ കഴുത്തിലോ ഈ സിദ്ധാർത്ഥൻ്റെ ബോഡി വെച്ച പ്രദേശത്തോ സിദ്ധാർത്ഥൻ തൂങ്ങി എന്ന് പറയുന്ന മുണ്ടിൻ്റെ ഒരു കഷ്ണം പോലും അവിടെ കണ്ടില്ല. ഞാനത് പിറ്റേ ദിവസം വൈത്തിരി CIയോട് സംസാരിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അത് ഞങ്ങൾ കസ്റ്റഡിയിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ അതെവിടെയും ഈ റിപ്പോർട്ടിൽ വന്നില്ല. ഒന്ന്. രണ്ടാമത്, സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥൻ്റെ ബോഡി വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ നിഖിൽ എന്ന് പറയുന്ന ആംബുലൻസ് ഡ്രൈവറും ഉൾപ്പെടെയുള്ളവർ ഈ സ്ട്രെച്ചറിലേക്ക് കയറ്റുമ്പോൾ രക്തത്തിൻ്റെ അംശം കണ്ടതിനെ തുടർന്ന് ഞാൻ അവിടെ ചോദിക്കുകയാണ്, എന്താണ് ആത്മഹത്യ ചെയ്ത ഈ ശരീരത്തിൻ്റെ തലയുടെ ഭാഗത്തിൽ നിന്നും രക്തം കാണുന്നതെന്ന്. പക്ഷേ വളരെ വേഗത്തിൽ ആംബുലൻസിൻ്റെ അകത്തേക്ക് കയറ്റുകയും വാതിലടയ്ക്കുകയും തിരിച്ച് പോവുകയും ചെയ്തു. പിന്നീട് 1.5 മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ ഈ ആംബുലൻസ് ഡ്രൈവറെ ഫോണിൽ ബന്ധപ്പെടുന്നത്. അപ്പോൾ ആംബുലൻസ് ഡ്രൈവർ പറയുന്നത്, ഞാൻ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് സ്ട്രെച്ചർ കഴുകുകയാണ്. സ്ട്രെച്ചർ കഴുകുമ്പോൾ പ്രിയപ്പെട്ട നമ്മളെയൊക്കെ കൊച്ചനുജൻ്റെ തലയിൽ അടിച്ച് പരിക്കേൽപ്പിച്ച രക്തം കഴുകിക്കളയുന്നത് എൻ്റെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരനായ ആംബുലൻസ് ഡ്രൈവറാണ്. മൂന്നാമത്, ഈ സിദ്ധാർത്ഥൻ കൊല ചെയ്യപ്പെട്ട ഈ ഹോസ്റ്റലിൻ്റെ അകത്ത് ഇവിടെ ഇപ്പോൾ ആശ്മിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, കോളേജിൻ്റെ പരിസരത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല. കൃത്യമായി പറയാം, ഈ ഡീനും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ സിദ്ധാർത്ഥൻ മരിച്ചു എന്ന് പറയുമ്പോൾ കൊലപാതകമാണ് എന്ന് തെളിയിക്കാതിരിക്കാൻ കൃത്യമായി കെട്ടിത്തൂക്കിയതിന് ശേഷം ഈ SFIയുടെ 2 പേർ ഇതിൻ്റെ അകത്ത് കയറി വാതിലടയ്ക്കുകയും പുറത്ത് നിന്ന് 5ഓളം SFIക്കാർ ചവിട്ടി പൊളിച്ചാണ് അകത്ത് കയറിയെന്ന് വരുത്തി തീർത്തത്. ഇത് പറയുന്നത് അവിടെയുള്ള പല കുട്ടികളാണ്. പക്ഷേ ആ കുട്ടികൾ വാർഡ് മെമ്പർ നിലക്ക് സൗഹൃദമായി സംസാരിക്കുകയാണെങ്കിലും, ചേട്ടാ ദയവ് ചെയ്ത് ഫോണിൽ റെക്കോർഡ് ചെയ്യരുത്, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും വകവരുത്തുമെന്ന് പറഞ്ഞതിന്റെ ജ്യോതിഷ് കുമാർ, താങ്കൾ ഉന്നയിക്കുന്നത് ഗുരുതര ആരോപണമാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് SFI പ്രവർത്തകർ അകത്ത് കയറി മറ്റൊരാൾ ചവിട്ടി പൊളിച്ചു വന്ന് അതിലൊരു വിദ്യാർത്ഥി താങ്കളോട് പറഞ്ഞു, താങ്കൾ പറയുകയാണ്. അതെ, ഞാനത് പറയുകയാണ്. ഞാനത് പറയുന്നതോടൊപ്പം തന്നെ കാന്തനാഥ് എന്ന് പറയുന്ന ഫിസിക്കൽ അധ്യാപകൻ വൈത്തിരി താലൂക്ക് ആശുപത്രിയോട് ചേർന്ന് നിൽക്കുകയാണ്. നമ്മുടെ ഈ കുഞ്ഞനുജൻ്റെ ശവശരീരം മോർച്ചയിൽ നിൽക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പോയി ചോദിക്കുകയാണ്, സാറിന് വല്ല അറിവുമുണ്ടോ? വളരെ ചിരിച്ചുകൊണ്ട് തമിഴ് ഭാഷയിൽ തമിഴ് കറന്ന രീതിയിൽ സംസാരിക്കുന്ന കാന്തനാഥ് പറയുന്നത്, എനിക്കൊന്നും അറിയില്ല, ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല, ഞാൻ വേറൊരു പരിപാടിയിലായിരുന്നു. എല്ലാവരും വ്യത്യസ്തമായ രീതികളിലാണ് ഈ ഒരു കൊലപാതകത്തെ ചിത്രീകരിക്കപ്പെട്ടത്. അതിൻ്റെ അർത്ഥം ഈ കുട്ടിയെ അവിടെ മരിക്കുന്നതിൻ്റെ 2-3 ദിവസം മുന്നേ തന്നെ മൃഗീയമായി മർദ്ദിക്കുന്നു എന്ന് പറഞ്ഞത്
ഒരു സമയത്ത് മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്ന് പറയുമ്പോൾ എല്ലാവരും സംശയിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അകത്ത് പോലും ഇന്ന് വയനാട്ടിലുള്ള നമ്മളെയൊക്കെ അറിയപ്പെടുന്ന ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞത്, ഒരിക്കലും ഒരാൾക്കും ഇത്ര ഗുരുതരമായി പരിക്കേറ്റ ഒരാൾക്കും ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇത് ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകും എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ചും വയനാട്ടിലെയും കേരളത്തിലെയും ജനങ്ങൾ കേരളത്തിലെ പോലീസിനെയും കേരളം ഭരിക്കുന്ന പാർട്ടിയിലും വിശ്വാസമില്ലാത്തതിൻ്റെ ഭാഗമായി CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ ഒരിക്കൽ കൂടി ജ്യോതിഷ് കുമാർ എടുത്തു ചോദിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി ജ്യോതിഷ് കുമാർ എന്നോട് എടുത്തു ചോദിക്കുകയാണ്. താങ്കൾ ഒരു പഞ്ചായത്ത് അംഗമാണ്, വാർഡ് അംഗമാണ്, അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്, എനിക്കറിയാം, രാഷ്ട്രീയത്തിനപ്പുറം. താങ്കൾ നേരത്തെ പറഞ്ഞത് താങ്കളോട് അവിടെയുള്ളൊരു വിദ്യാർത്ഥി ഇത്തരത്തിൽ ബാത്റൂമിനകത്ത് 2 SFI വിദ്യാർത്ഥികളിൽ നിന്ന് 5ഓളം പേർ ചവിട്ടിപ്പൊളിച്ചു എന്ന് താങ്കളോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അത് വല്ലാത്ത വെളിപ്പെടുത്തലാണ് ജ്യോതിഷ് കുമാർ. അതെ അതെ, അത് മാത്രമല്ല വേറൊരു വെളിപ്പെടുത്തലും കൂടിയുണ്ട് സാർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞു കുട്ടി കണ്ടു തല്ലുന്നത്. വേറൊരു കൃത്യമായി പോലീസിനോട് പറഞ്ഞതാണ് ഈ സിദ്ധാർത്ഥനൻ അവിടെ വാവിട്ട് കരയുന്നത് അതിന് തൊട്ട് താഴെയുള്ള ഫാം ഹൗസിലെയും മറ്റുള്ള തൊഴിലാളികളും കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു തൊഴിലാളിക്കും അങ്ങോട്ട് പോകാൻ കഴിയില്ല. അങ്ങോട്ട് പോയാൽ SFIക്ക് തടയും. SFIയുടെ ഒരു ഗുണ്ടാ കേന്ദ്രം എന്ന നിലക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ പോലീസ് ഈ തൊഴിലാളികളെ ഒന്ന് അന്വേഷിക്കാനോ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു നടപടിയായി പോയിട്ടില്ല. കാരണം എന്താ, ഇത് കൃത്യമായി ഇത്തരം ശബ്ദങ്ങൾ ഉണ്ടായി, കരച്ചിൽ കേട്ടു എന്നൊക്കെ പറഞ്ഞാൽ കൊലപാതക സാധ്യതകൾ ഏറുന്നുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായി തന്നെയാണ് പോലീസ് ഇതിൻ്റെ അകത്ത് നിന്നും വളരെ വ്യക്തമായി ഊരുന്നത്. അത് മാത്രമല്ല ആശ്മി, ഒരു കാര്യം കൂടി ഞാൻ പറയാം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ നിന്നും ഈ കുട്ടിയുടെ മൃതദേഹം പുറത്തു കൊണ്ടുപോയതിൻ്റെ പിറ്റേ ദിവസമൊക്കെ കോളേജിൻ്റെ വിവിധ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന VCയും ഡീനുമാണ്. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെയൊക്കെ ബന്ധത്തിൽ ഒരു കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാ പരിപാടികളും മാറ്റിവെച്ച് നിൽക്കുമ്പോൾ ആ കുട്ടിയെ 2 വർഷക്കാലം തിരുവനന്തപുരത്ത് കിടക്കുന്ന രക്ഷിതാക്കളിൽ നിന്നും മാറി ഇവിടെ വന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് രക്ഷിതാവ് ആയി മാറേണ്ട ഡീനും അസിസ്റ്റന്റ് വാർഡനും ഉൾപ്പെടെ VC ഉൾപ്പെടെ അവിടെ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. എന്താ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്? ഈ മരണം ഒരു കൊലപാതകമല്ല, ആത്മഹത്യയാണ്. മാത്രമല്ല ഈ ഡീൻ അടക്കമുള്ള ആളെ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതുപോലെ നമ്മൾ അടുത്ത് കിട്ടുകയാണെങ്കിൽ നമ്മളൊക്കെ പ്രതികരിച്ചു പോകും. ഈ കുട്ടിയുടെ ശവശരീരം വൈത്തിരി താലൂക്കിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ പറയുന്നു പ്രേമ നൈരാശ്യമാണ് എന്ന് സംശയമുണ്ട്. ആ സംശയം ഈ ഡീനിന് എവിടുന്ന് കിട്ടി? ഈ ഡീനിനോട് ആര് പറഞ്ഞു? ഡീൻ അത് വെളിപ്പെടുത്തിയിട്ടില്ല നാളിതുവരെ. ഡീൻ എന്നോട് പറഞ്ഞ കാര്യം നാളിതുവരെ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ചോദിച്ചപ്പോഴും അദ്ദേഹം ആ കാര്യം വിളിച്ചു പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചതിന് മറുപടി പറയുന്നില്ല. എന്താ പറയാത്തത്? കൃത്യമായി കൊലപാതകത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുകയാണ് എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ആശ്മി ഈ വിവരങ്ങൾ ഞാൻ അടുത്ത റൗണ്ടിൽ അങ്ങനെ കുറച്ചുകൂടി വിശദമായി എത്താം. എനിക്ക് ഇടവേളയിലേക്ക് അടിയന്തരമായി പോകണമെന്നുള്ളതാണ്. ഈ ഡീൻ്റെ കാര്യം പോട്ടെ. ഇനി ഇവിടെ സിദ്ധാർത്ഥം മരിച്ചു കിടക്കുമ്പോൾ, മോർച്ചറിയിൽ കിടക്കുമ്പോൾ, സംസ്കാരം നടക്കുമ്പോൾ ഒക്കെ അവിടെ ബോഡി ക്യാമ്പസിലേക്ക് എത്തുമ്പോഴൊക്കെ ഇവിടെ പ്രൊമോഷൻ ഇന്റർവ്യൂ നിർബാധം തുടർന്ന VCയുടെ കാര്യവും പോട്ടെ. ചേട്ടാ, ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപാഠിയെ തച്ചു കൊല്ലുന്ന സമയത്ത് ഒരു അക്ഷരം മിണ്ടാതിരിക്കുകയും അതിനുശേഷം ഈ വേട്ടക്കാർക്ക് ന്യായീകരണമായി ഇറങ്ങുന്ന കുറച്ച് കുട്ടികളുണ്ടല്ലോ, കഷ്ടമാണ്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.